ശ്രീ സതീഷ്, വളരെ പ്രധാനപ്പെട്ട തെക്കൻ കേരളത്തിൻ്റെ എല്ലാ ആവേശവും കഴിഞ്ഞു, നിശബ്ദ പ്രചരണമാണ്. നാളെയാണ് വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. പക്ഷേ വടക്കൻ കേരളത്തിൽ ഇപ്പോഴും ആവേശം ഗംഭീരമായി തുടരുകയാണ്. തീർച്ചയായും അവസാന ലാപ്പിലെത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ? കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കും വടക്കും മധ്യകേരളവും മലബാറും ഒക്കെ 2010 ആവർത്തിക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായി കേരളത്തിനകത്ത് ഈ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറും. കേരളത്തിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന മുനിസിപ്പാലിറ്റികളും ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളും ബഹുഭൂരിപക്ഷം വരുന്ന കോർപ്പറേഷനുകളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നോക്കൂ, കഴിഞ്ഞ 9 വർഷക്കാലമായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം നാട്ടിലുണ്ട്. ഈ ഗവൺമെൻറ് നടത്തിയ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കാനുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും ഒരു വലിയ 5 പദ്ധതി വേണ്ട, ഒരു പദ്ധതിയുടെ പേരെങ്കിലും ഇവർ തുടങ്ങി വെച്ചതായിട്ട് പറയാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെതായിട്ടുണ്ട്. മറ്റൊന്ന് ബി ജെ പിയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്രമാണ് ഇവർ ഭരിക്കുന്നത്. നോക്ക്, കേരളത്തിനകത്ത് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നടപ്പിലാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നയാ പൈസയുടെ ഉപകാരം ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ട് കേരളത്തിന് നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ 2 മുന്നണികളെയും കേരളത്തിൻ്റെ ജനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിയും. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ശ്യാം ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അത് മനസ്സിലാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം.